സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം നടക്കുകയാണ്. ഇതിനുശേഷമാകും കോളേജ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. പ്രശ്നപരിഹാരത്തിനായി നേരിട്ട് ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തുളസി, ഇവിടെ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമായിട്ടുള്ളൂ യോഗം ആരംഭിച്ചിട്ട്. PTA ഭാരവാഹികൾ, കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള, അതായത് ആക്ടിംഗ് പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് അധികൃതർ, ഒപ്പം തന്നെ പോലീസ്, മാത്രമല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, ഇവരെല്ലാവരുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ കഴിഞ്ഞ ദിവസം PTA യോഗം ചേർന്നിരുന്നു. അതിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. പ്രധാനമായും 6 മണിക്ക് ശേഷം ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കരുത്. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. അതുപോലെ തന്നെ എല്ലാവരും ID കാർഡ് നിർബന്ധമായും ധരിച്ചിരിക്കണം. സുരക്ഷ ശക്തമാക്കണം. ഒപ്പം തന്നെ ചില സ്ക്വാഡുകൾ, അതായത് വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുന്നതിന് മറ്റുമായിട്ട് കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ PTA ഭാരവാഹികളും അടങ്ങുന്ന ചില സ്ക്വാഡുകൾ രൂപീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഈ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കേൾക്കുകയും ചെയ്യും. അതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. KSU, SFI, ഫ്രട്ടേണിറ്റി, അതുപോലെ തന്നെ MSF തുടങ്ങിയ സംഘടനകളിലെ നേതാക്കളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തുളസി. അശ്വതി, അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി നേരിട്ട് ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്? ഈ വിഷയം, അതായത് മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ഒരു യോഗം ഉണ്ടാവുകയും ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും എന്നാണ് രാവിലെ മന്ത്രി വ്യക്തമാക്കിയത്. അതായത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ, നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ചേരും. അടുത്ത ദിവസങ്ങളിൽ ആ യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു യോഗം ചേർന്ന് വേണ്ട നടപടികൾ എടുക്കും എന്നതാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുൻപായി തന്നെ മറ്റു യോഗങ്ങളെല്ലാം തന്നെ, മറ്റ് ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിക്കാനാണ് കോളേജും ശ്രമിക്കുന്നത്. തുളസി. ശരി, മഹാരാജാസ് കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം, വിവിധ വിദ്യാർത്ഥി സംഘടനകളും PTA അംഗങ്ങളും കോളേജ് അധികൃതരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനുശേഷമാകും കോളേജ് തുറക്കുന്നതിൽ തീരുമാനമുണ്ടാവുക. പ്രശ്ന പരിഹാരത്തിനായി നേരിട്ട് ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കിയിട്ടുണ്ട്.